പ്രിയപ്പെട്ടവരെ, കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നല്ലോ. ഇപ്പോൾ 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് വാക്സിനേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വാക്സിനേഷൻ എത്തും. ഈ സമയത്ത് എങ്ങനെയാണ് ഈ കോവിഡ് വാക്സിനേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായി നമുക്ക് ഗൂഗിളിൽ cowin.gov.in എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ cowin.gov.in അങ്ങനെ നീല കളറിൽ കാണുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അതിൻ്റെ പേജിലേക്കാണ് എത്തുക. ഇവിടെ ഇങ്ങനെ വന്നാൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഓർ സൈൻ യുവർ സെൽഫ് എന്ന് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് രജിസ്റ്റർ ഓർ സൈൻ ഇൻ ഫോർ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു ഇത് കാണാം. അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ മെസ്സേജിൽ നോക്കിയാൽ OTP ലഭിക്കും. ഓക്കെ, ഇവിടെ OTP വന്നിട്ടുണ്ട് 858922. പറ്റുവാണെങ്കിൽ കോപ്പി ചെയ്യുക. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെരിഫൈ എന്ന ഓപ്ഷൻ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഫോർ വാക്സിനേഷൻ എന്ന് പറയുന്ന ആ ഒരു വിൻഡോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് യുവർ ഫോട്ടോ ID വിൽ ബി വെരിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് യുവർ വാക്സിനേഷൻ അപ്പോയിൻമെൻറ്റ്. പ്ലീസ് പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ID യു വിൽ ക്യാരി ഫോർ വാക്സിനേഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരുപാട് ID പ്രൂഫുകൾ പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്, NPS സ്മാർട്ട് കാർഡ്, വോട്ടർ ID. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണോ നമ്മൾ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ തൽക്കാലം എൻ്റെ വോട്ടർ ID ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അതിലുള്ള പോലെ തന്നെ നമ്മൾ പേര് കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വോട്ടർ IDയിലുള്ള ഡേറ്റ് ഓഫ് ഇയർ ഓഫ് ബർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ട, ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പേരിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് നമുക്കതിൽ 2 ഡോസ് എടുക്കാം, ഡോസ് 1 ഡോസ് 2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോസിനുള്ള അപ്പോയിൻമെൻറ്റ് നോട്ട് ഷെഡ്യൂൾഡ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. നമുക്കിനി എപ്പോഴാണോ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സെൻറ്ററിലേക്ക് പോകാൻ പറ്റുക നമുക്കവിടെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഷെഡ്യൂൾ എന്ന് കാണുന്നതിനിടയിൽ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം ഷെഡ്യൂൾ നൗ എന്നുള്ളത് കാണാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. ഇനി പിൻകോഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഡേറ്റ് ഏപ്രിൽ 26, 27, 28, 29, 30. അപ്പോൾ നമുക്ക് എവിടെയാണോ സൗകര്യം ഞാൻ ഏപ്രിൽ 27 കൊടുക്കുന്നു. ഇനി മുകളിൽ കാണുന്ന സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ്, അങ്ങനെ നമ്മുടെ ജില്ല സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് നമ്മുടെ അടുത്തുള്ള വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഡേറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഡേറ്റിലാണ് അവൈലബിൾ എന്നുള്ളിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സെർച്ച് ബൈ പിൻകോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിൻകോഡ് അടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അടുത്തുള്ള സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, വാക്സിൻ എടുക്കാൻ പറ്റും.
ഇവിടെ ഇപ്പോൾ എന്തോ ടെമ്പററി ആയിട്ട് ഇത് അപ്പോയിൻമെൻറ്റ് ഇസ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അവിടെ വരും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽ കാണിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ.